ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ ദിവ്യകാരുണ്യ തിരുനാൾ. സ്നേഹത്തിന് ഇങ്ങനൊരർത്ഥം കൂടിയുണ്ട്. മുറിച്ചു നൽകുന്നവൻ, പങ്കിട്ട് നൽകുന്നവൻ, കരുതലായി മാറുന്നവൻ, കാരുണ്യമായി തീരുന്നവൻ. മനുഷ്യനെ ഇത്രത്തോളം സ്നേഹിക്കുവാൻ ഒരുവൻ തൻ്റെ ജീവിതം എത്രമാത്രം പവിത്രമായ പങ്കിടലായി രൂപപ്പെടുത്തുന്നുണ്ട്. സങ്കടങ്ങൾ മറച്ചു വെച്ച് സഹോദരങ്ങളോടൊപ്പം സന്തോഷത്തിൽ പങ്കുചേരുമ്പോഴും അവർക്കായി അത്താഴവിരുന്നൊരുക്കുമ്പോഴുമൊക്കെ അടുത്തറിയുന്ന സ്നേഹബന്ധത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഇത്ര കരുതലാകുവാൻ, ഇത്ര വലുതാകുവാൻ എങ്ങനെയൊക്കെ ചെറുതാകണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. കൺമുമ്പിൽ ഒരു ഓസ്തി രൂപം നാം കാണുമ്പോഴൊക്കെ അതിലെ ദിവ്യമായ ദൈവസാന്നിധ്യം എത്ര വലുതാണെന്ന് മറന്നു പോകാതിരിക്കട്ടെ. ഒന്ന് മുട്ടിന്മേൽ നിൽക്കുമ്പോഴും ശിരസ് നമിക്കുമ്പോഴുമൊക്കെ നാം കൃത്യതയോടെ ഓർക്കുകയാണ്, എനിക്കായി മുറിവേറ്റവൻ, എനിക്കായി ശരീരം വിട്ടുകൊടുത്തവൻ, മുറിപ്പാടുകൾ ഏൽക്കുവാൻ, ആണിപ്പഴുതുകൾ ഏൽക്കുവാൻ കരങ്ങളും കാലുകളും നീട്ടിക്കൊടുത്തവൻ, കാർക്കശ്യങ്ങളുടെ നടുവിലും കാരുണ്യത്തോടെ കടന്നു പോകുന്നവൻ, മറ്റുള്ളവരുടെ അവഹേളനങ്ങൾക്കും പുച്ഛങ്ങൾക്കും നടുവിലെ നിശബ്ദത പാലിച്ച് നീങ്ങിപ്പോകുന്നവൻ, എന്തിനേറെ പടയാളികളുടെ ആക്രോശങ്ങൾക്കും അടികൾക്കും നടുവിലും ശാന്തതയോടെ കാര്യങ്ങൾ ഏറ്റെടുത്തവൻ. ഒരു മനുഷ്യൻ്റെ രക്തത്തിൻ്റെ വിലയായി അത് മാറപ്പെടുകയാണ്. ഒരിക്കലും അതിനെ വില കുറച്ച് കാണാൻ ഇടവരാതിരിക്കട്ടെ. ഇതിനെ മഹാകാരുണ്യമെന്ന് നാം വിശേഷിപ്പിക്കുന്നത് അതിനു മുമ്പിൽ ഒരു മനുഷ്യൻ കടന്നുപോയ കഠിനമായ വേദനകളുണ്ട്, ചിന്തിയ രക്തമുണ്ട്, മുറിഞ്ഞ ശരീരമുണ്ട്. അതിൻ്റെ ഓർമ്മകളാണ് ഓരോ അത്താഴമേശകളും, ഓരോ പരിശുദ്ധ ബലികളും. ആ തിരുശരീരവും തിരുരക്തവും നമുക്ക് വേണ്ടി ഇന്നും ദാഹിക്കുന്നുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധന എന്ന് പറയുമ്പോൾ അത്രത്തോളം എന്നെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും അടുത്തിരുത്തുകയും എന്നോടൊപ്പം ചേർന്ന് പോകുകയും ചെയ്യുന്നൊരു വലിയ കൃപയുണ്ടാവുന്നുണ്ട്. മനുഷ്യൻ്റെ എല്ലാ നന്മകളും ദൈവത്തിൻ്റെ ഈ കാരുണ്യത്തിൽ നിന്നും കടന്നു വരേണ്ടതാണ്. ആർക്കെങ്കിലുമൊക്കെ വേണ്ടി മുറിവേൽക്കുമ്പോഴും, ആരുടെയൊക്കെ ജീവിതം സന്തോഷിപ്പിക്കുവാൻ നമ്മൾ സ്വയം സങ്കടങ്ങളിലേക്ക് പോകുമ്പോഴും, മറ്റുള്ളവർ മുറിവേൽക്കാതിരിക്കാനും പരിക്കേൽക്കാതിരിക്കുവാനും ജീവിതം പരിവരുത്ത വഴികളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോഴും മറ്റൊരു കാരുണ്യമായി, ഒരു ദിവ്യകാരുണ്യമായി നമ്മൾ മാറപ്പെടുകയല്ലേ. സ്നേഹത്തിന് അങ്ങനൊരർത്ഥം കൂടി കർത്താവ് പകർന്നു നൽകുകയാണ്. ഇതാ, കറയില്ലാത്ത കരുണയോടെ ജീവിക്കുവാൻ, പകയില്ലാതെ ഏറ്റവും പവിത്ര മനസ്സോടെ ജീവിക്കുവാൻ, മുറുമുറുപ്പുകളൊന്നുമില്ലാതെ മുറിച്ചു നൽകുവാൻ, സ്നേഹത്തോടെ ചേർത്തണയ്ക്കുവാൻ, മാപ്പ് കൊടുക്കുവാൻ, കൂടെയിരിക്കുവാൻ സാധിക്കുന്നിടങ്ങളിലെല്ലാം ഈ ദിവ്യകാരുണ്യം നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. മനുഷ്യനോടൊപ്പം വസിക്കുന്നത് ആനന്ദമാണെന്ന് അരുളി ചെയ്ത നല്ലവനായ ദൈവത്തിൻ്റെ ആ സ്നേഹം വീണ്ടും വീണ്ടും തുടരുകയാണ്. ഓരോ ബലികളിലും അവൻ വീണ്ടും നമുക്ക് വേണ്ടി മുറിക്കപ്പെടുമ്പോഴൊക്കെ ആ സ്നേഹം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളിലേക്ക് ചേർന്ന് നിൽക്കുകയാണ്, നമ്മുടെ കൂടെ ആയിരിക്കുകയാണ്. ഇന്നും ആ ചെറുഗാനത്തിൻ്റെ ഇരടികളൊക്കെ വീണ്ടും നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നു. ഇത്ര വലുതാകാൻ എത്ര ചെറുതാവണം. അതാണ് ക്രിസ്തു. നമ്മളെ സ്വർഗത്തോളം വളർത്തുവാൻ മണ്ണോളം താഴ്ന്നുപോയി. നമുക്ക് പരിക്കേൽക്കാതിരിക്കുവാൻ അവൻ പരിക്കുകൾ ഏറ്റുവാങ്ങി. നമ്മൾ സങ്കടപ്പെടാതിരിക്കുവാൻ അവൻ നമുക്ക് മുമ്പേ സങ്കടങ്ങൾ ഏറ്റുവാങ്ങി. ആ ശരീരം നമുക്ക് വേണ്ടി മുറിച്ചു കൊടുക്കുവാൻ അവൻ സന്നദ്ധനായി. ഏറ്റ മുറിപ്പാടുകളും ആഴത്തിൽ അവനേൽപ്പിച്ച ആണിപ്പാടുകളുമൊക്കെ ഒരു വലിയ കരുതലിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ്. ഇന്നും അവസാനിക്കാത്ത, ഇന്നും തുടരുന്ന സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ അത്ഭുതം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അങ്ങേക്ക് ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.